ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടുകമായിരുന്നുവെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ. ഇനിയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ തെറ്റ് ഏറ്റുപറയണമെന്നും എ.കെ. ബാലൻ ആവശ്യപ്പെട്ടു. ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു. കേരളത്തിൻ്റെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ നാളിതുവരെയായി കേരളത്തിൽ വന്ന ഒരു ഗവർണർമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല. മുഹമ്മദ് ആരിഫ് ഖാൻ തികച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചട്ടുകമായി. ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് പാലക്കാട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, എ.കെ. ബാലൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകടിപ്പിച്ച കഴിവുകൾ ബീഹാറിൽ ചെന്ന് പ്രകടിപ്പിക്കുമെന്ന് കാണേണ്ടതാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനോട്, സംസ്ഥാന നിയമസഭയോട് അനാദരവും നിയമസഭയെ നോക്കുകുത്തിയാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒരു ഗവർണർ പോലും പെരുമാറാത്ത രീതിയിൽ പെരുമാറിയ ആരിഫ് മുഹമ്മദ് ഖാൻ, എന്തൊക്കെയാണ് എ.കെ. ബാലൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? എ.കെ. ബാലൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇന്നലെ മാറിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിശ്ചിതമായ വിമർശനമാണ് നടത്തിയത്. ഗവർണർ ഇവിടെ പ്രധാനമായും പങ്കുവച്ചത് അതായത് കേരളത്തിൽ കാണിച്ച ഗവൺമെന്റിനെതിരെ കാണിച്ച നയങ്ങളും സമീപനങ്ങളും അവിടെ ഇനി അടുത്ത ബീഹാറിൽ പോയി കാണിക്കാതിരിക്കട്ടെ എന്നാണ് പ്രധാനമായും ഒന്ന് പറഞ്ഞത്. പിന്നെ കേരളത്തിലെ ഗവർണർ അസംബ്ലി ചേരാൻ പോലും പലപ്പോഴും അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. നയപ്രഖ്യാപനം വായിക്കാത്ത ഗവർണർ, അങ്ങനെ ഭരണഘടനാപരമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം അട്ടിമറിച്ചു. അങ്ങനെയുള്ള ഒരു ആളായിരുന്നു, അങ്ങനെയുള്ള നയം കൊണ്ടു നടക്കുന്ന ആളായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ശരി, ഏതായാലും അഭിജിത്ത്, എ.കെ. ബാലൻ ഇന്ന് രാവിലെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു, പുതിയ ഗവർണർ ഭരണഘടന മാനിക്കണം. ഇപ്പോൾ എ.കെ. ബാലൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാട്ടിക്കൂട്ടിയ കഴിവുകൾ, ഇവിടെ പ്രകടിപ്പിച്ച കഴിവുകൾ ബീഹാറിൽ ചെന്ന് പ്രകടിപ്പിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് എ.കെ. ബാലനും ചൂണ്ടിക്കാട്ടി.